ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാട്ടോ. യാത്രയിൽ വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. കാടാമ്പുഴ പറയും, ചിലവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അമ്മ ഉണ്ട് കൂടെ, അച്ഛനുണ്ട് ഫ്രണ്ടിൽ, പിന്നെ കുട്ടിയേട്ടനാ. അതിൽ ഞങ്ങളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഫോണെടുത്ത് അതും ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഫുള്ള് കാണുന്നു അൻസിബ ഔട്ടായി. സാറ്റർഡേത്തെ ഒരു പ്രത്യേകതയാണ്, ആരെങ്കിലൊക്കെ ഔട്ടായി എന്ന് പറയുക യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇന്ന് അൻസിബ ഔട്ടായി പറയണു, ചിലവർ അപ്സര ഔട്ടായി പറയണു. പക്ഷേ ഈ അൻസിബ ഔട്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല അൻസിബ ഔട്ടാവുന്നു. പക്ഷെ ഏതോ ഒരു പിന്നെ ഋഷി ഔട്ടായി എന്ന് പറയുന്നുണ്ട്. ഏത് ചാനലിൽ ഔട്ടായിട്ടാ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അൻസിഫ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കണു അൻസിബ ഔട്ടായിന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി പറയണ്ടാവും. ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഫുള്ള് അതാ അൻസിബ ഔട്ടായി കേട്ടോ. പിന്നെ വേറൊന്നും ചിലവരൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല എന്താ അങ്ങനെ പറയണെന്ന്. എന്തെങ്കിലുമൊക്കെ ഊഹിച്ചിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഇങ്ങോട്ട് പറയാൻ തോന്നുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് ആകെ ആ കാര്യത്തിൽ വിശ്വാസം അറിയാമെന്നറിയോ. രാജ് ടോക്സിലെ രാജേട്ടൻ, ആ രാജേട്ടൻ പറയണത് എപ്പോഴും കറക്റ്റ് ആവാറുണ്ട്. ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ സാറ്റർഡേ സൺഡേ രാജേട്ടൻ്റെ വീഡിയോ എടുത്ത് നോക്കും. അപ്പം ബാക്കിയൊന്നും എനിക്ക് ഇനി അറിയില്ല കേട്ടോ അൻസിബ ഇനി എന്തെങ്കിലും കാരണത്താൽ ഔട്ടായോന്ന്. പക്ഷെ ഔട്ടായ അത് സത്യസന്ധ അല്ല. അപ്പം നമുക്ക് ഉറപ്പിക്കാം എന്തോ ഒരു കളിയുണ്ട്. കാരണം അൻസിബ ഔട്ടാവാൻ ചാൻസ് ഇല്ല. ഒരുപാട് വോട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പം ഇഷ്ടമാണ്. നമുക്ക് അറിയാലോ ഏകദേശം കാണുമ്പോൾ. എൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ അപ്സരയാവും, അല്ലെങ്കിൽ ആരാവും? അമ്മയ്ക്ക് അറിയാൻ തോന്നുന്നത് ശ്രീതു അല്ലേ? അമ്മ പറയണ, അമ്മയൊക്കെ പറയണ ശ്രീതു ആണ് ഔട്ടാവാൻ ചാൻസ്. പുറത്തുള്ള ആൾക്കാരുടെ പൾസ് നോക്കിയിട്ട് കളിക്കുന്ന ആളാണ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നോറയുടെ വിഷയം. അതെ, ആ നോറയുടെ വിഷയത്തിലും എല്ലാത്തിലും ഇപ്പൊ നല്ലോണം കയറും ചെയ്തിട്ടുണ്ട്. അന്നേ ഔട്ടായില്ല, അപ്പൊ ഇപ്പോഴാണ് ഇനി ഔട്ടാവോ? എനിക്ക് തോന്നുന്നില്ല ഔട്ടാവുന്നു. ശ്രീതു, അപ്സര പോട്ടെ കേട്ടോ. എൻ്റെ ഒരു കണ്ണില് ശ്രീതു, അതുപോലെ ആരാ, സായി, ഋഷി, ഇവരൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു കണ്ണില് ഗെയിം കളിക്കാത്തത്. അപ്സര ചിലപ്പോൾ മിക്കവാറും ഔട്ടാവാനും ചാൻസ് ഉണ്ട്. അപ്സര പിന്നെയും കളിക്കാറുണ്ട്. പിന്നെ ആൽബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാരണം കൊണ്ട് ചിലപ്പോൾ അപ്സര ഔട്ടാവാം, നമുക്ക് അറിയില്ല. അതെ അതെ, ശ്രീധൂരേക്കാളും കളിക്കുന്നത് അപ്സരയല്ലേ? ശ്രീധുനേക്കാൾ കളിക്കാൻ അപ്സര തന്നെ. അതുകൊണ്ടാണ് ശ്രീധു ഒന്നും ചെയ്യണില്ല ശരിക്കും. അപ്പൊ ആ സ്ഥിതിക്ക് അൻസിബ പോകുണ്ടാവില്ല എന്ന് തന്നെയാ കേട്ടോ വിശ്വാസം. ഇനി അറിയില്ല ഇനി എന്തെങ്കിലും കളി നടക്കണ്ടോന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വേറെ കുറേ കമന്റും യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടത് തന്നെയാണ് കേട്ടോ. ജിൻഡോ ഒട്ടും ആക്റ്റീവ് അല്ലാതെ ആയി പോകണ്ടേ, ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ റൂമിൽ പോകണു, എന്തൊക്കെയോ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ കുറേ കമന്റ് കണ്ടപ്പോൾ എനിക്കും ടെൻഷൻ തോന്നി. ഈശ്വര ഇനി വല്ല ഗുളികയൊക്കെ കഴിച്ചിട്ട് ജിൻഡോക്ക് ക്ഷീണുണ്ടോ ഒന്നും അറിയില്ല. ഇത് പറയാൻ പാടുമോ എനിക്കറിയില്ല. ഞാൻ കമന്റ് കണ്ടത്, ഇത് ഞാൻ പറഞ്ഞതല്ല. ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഇതിനെ പറ്റി പറയുമ്പോൾ കമന്റ് ഉണ്ട്, ജിൻഡോക്ക് ഒരു ഉഷാറില്ല, ജിൻഡോക്ക് എന്തോ പറ്റിന്നൊക്കെ. എന്താ അറിയില്ല. എന്തായാലും അച്ഛൻ പറയണ ജിൻഡോക്ക് ഒരു കുഴപ്പമില്ല, അത് ആയിക്കോട്ടെ. അതെ അതെ, ജിൻഡോനെ കാണാറന്നില്ല. ആയിക്കോട്ടെ, എന്നാ അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ആയിട്ടും രാത്രിയത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ.